നമ്മുടെ ഇന്ത്യ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോൾ സാമ്പത്തിക രംഗത്തായാലും ടെക്നോളജിയിലായാലും ബഹിരാകാശ ഗവേഷണ രംഗത്തായാലും പ്രതിരോധത്തിലായാലും നയതന്ത്ര രംഗത്തിലായാലും ശരി. ഈ അടുത്ത കാലത്താണ് ഇന്ത്യ ബ്രിട്ടനെ പിന്നിലാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയായത്. കൃത്യമായി പറഞ്ഞാൽ 2023-ൽ. 2019-ൽ തന്നെ 5ാം സ്ഥാനത്ത് എത്തിയിരുന്നെങ്കിലും കോവിഡ് എത്തിയതോടെ പിന്നിലേക്ക് പോകുകയായിരുന്നു. അവിടുന്ന് കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ജപ്പാനെ മറികടന്ന് 4ാം സ്ഥാനത്തെത്തി. നിലവിൽ 4.19 ട്രില്യൺ GDP ഉള്ള ഇന്ത്യയുടെ തൊട്ടുമുകളിൽ 4.74 ട്രില്യൺ GDP-യുമായി ജർമ്മനിയാണ്. അധികം വൈകാതെ ഇന്ത്യ ഇതും മറികടക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ 1-2 സ്ഥാനത്തുള്ള US-ഉം ചൈനയും ഒരുപാട് മുന്നിലാണ്. യഥാക്രമം 30.51 ട്രില്യനും 19.23 ട്രില്യനുമാണ് അവരുടെ ആഭ്യന്തര ഉൽപ്പാദനം. ഇന്ത്യയുടെ ഈ വളർച്ചയ്ക്ക് പുറമെ ലോകത്തിന്റെ തന്നെ നവീകരണത്തിൽ ആധിപത്യം പുലർത്തുന്ന ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ പ്രതിഭകൾ ലോകത്തിലെ തന്നെ ടെക്നോളജി ഹബ്ബായ അമേരിക്കയിലെ സിലിക്കൺ വാലി തൊട്ട് ഐവി ലീഗ് എന്നറിയപ്പെടുന്ന അഭിമാനത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം യൂണിവേഴ്സിറ്റികൾ വരെ എത്തി നിൽക്കുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ തലപ്പത്ത് നോക്കിയാലും അവിടെയും ഇന്ത്യക്കാരെ കാണാം. ഉദാഹരണമായി ഗൂഗിളിന്റെ സുന്ദർ പിച്ചയും മൈക്രോസോഫ്റ്റിന്റെ സത്യനാദലെയും അഡോബിയുടെ സാന്തനു നാരായണും IBM-ന്റെ അരവിന്ദ് കൃഷ്ണയും വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ അജയ് ബാങ്കനും ഇങ്ങനെ നീളുന്നു ലിസ്റ്റ്. ഇനി പ്രതിരോധ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും ഇന്ത്യയുടെ സ്ഥാനം വളരെ മുകളിലാണ്. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും കൃത്യതയും കണ്ട് അമേരിക്ക വരെ ഞെട്ടി. ബഹിരാകാശ ഗവേഷണ രംഗമെടുത്താൽ അവിടെയും സ്ഥിതി മറിച്ചല്ല. നമ്മുടെ ISRO ഈ മേഖലയിൽ ഇന്ത്യക്കായി കോടിക്കണക്കിന് വിദേശ നാണ്യമാണ് നേടിത്തരുന്നത്. ഇതിന് പിന്നിലെ കാരണവും ചിലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയും കൃത്യതയും തന്നെയാണ്. നമ്മുടെ ചന്ദ്രയാനും മംഗളയാനും ആദിത്യ മിഷനുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി ടെക്നോളജിയുടെ കാര്യമെടുത്താൽ ലോകത്തിലെ ഭൂരിഭാഗം കമ്പനികളുടെയും ബാക്ക് എൻഡ് വർക്കുകൾ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഉദാഹരണമായി നമ്മുടെ TCS-ഉം ഇൻഫോസിസും തന്നെ. ഇനി ഇന്ത്യൻ കമ്പനികൾ അല്ലെങ്കിൽ തന്നെയും IT വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ചെറുപ്പക്കാരായിരിക്കും. അതിപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ആയാലും ശരി. നമ്മുടെ ബാംഗ്ലൂരും ഹൈദരാബാദും പൂനെയും എല്ലാം ഇങ്ങനെ കമ്പ്യൂട്ടർ രംഗത്തെ വിദഗ്ധരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പാശ്ചാത്യ കേന്ദ്രീകൃത AI മോഡലുകളെ വെല്ലുവിളിക്കുന്ന സംരംഭങ്ങൾ ഇന്ന് ഇന്ത്യയിൽ വളർന്നു വരികയാണ്. വിദേശത്തെ മിക്ക മോഡലുകളും ഒരു ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്ന സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നുള്ളവ ഒരേ സമയത്ത് അനേകം ഭാഷകളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി സൈബർ സുരക്ഷാ മേഖലയെടുത്താലും ഇന്ത്യയുടെ സംഭാവന വളരെ വലുതാണ്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ പലതും ലോക ശ്രദ്ധ ആകർഷിച്ചവയാണ്. ഉദാഹരണത്തിന് ഫോൺപേയും സെറോദയും ബൈജൂസും സോഹോയും ഇങ്ങനെ നീളുന്നു. ഇന്ത്യയുടെ സ്വന്തം പേയ്മെന്റ് ഇന്റർഫേസായ UPI ദൈനംദിന ഇടപാടുകളിൽ വിപ്ലവകരമായ മാറ്റമാണ് വരുത്തിയത്. നിലവിൽ ഫ്രാൻസും സിംഗപ്പൂരും ഉൾപ്പെടെ 7ഓളം രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. US-ഉം ജപ്പാനും UK-യും ഓസ്ട്രേലിയയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ താൽപ്പര്യം കാണിക്കുകയും ഇന്ത്യയുമായുള്ള കരാറുകളിൽ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയുമാണ്. അമേരിക്കക്കാർ ഇപ്പോഴും ഷോപ്പിങ്ങിനും മറ്റുമായി കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ തട്ടുകടയിൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള QR കോഡ് സ്കാൻ സൗകര്യം ലഭ്യമാണ്. ഇനി നിർമ്മാണ രംഗമെടുത്താൽ അവിടെയും ഇന്ത്യയുടെ മേൽക്കോയ്മ കാണാൻ കഴിയും. ഇന്ന് ലോകത്തിന്റെ മരുന്നുകടയാണ് ഇന്ത്യ എന്ന് നിസ്സംശയം പറയാം. ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാക്സിനുകളുടെ 60% ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ജനറിക് മെഡിസിന്റെ കാര്യത്തിൽ 20%വും APOയുടെ കാര്യത്തിൽ 10% ഇന്ത്യയുടെ സംഭാവനയാണ്. ഇനി ആരോഗ്യരംഗത്ത് വിദഗ്ധരുടെ കാര്യമെടുത്താൽ ലോകത്ത് എവിടെ പോയി നോക്കിയാലും ഒരു ഇന്ത്യൻ ഡോക്ടറെ കാണാം. നിർമ്മാണ രംഗത്ത് ചൈനയുടെ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ കയറി വരികയാണ്. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ മേൽക്കൈ ഇതിന് ഉദാഹരണമാണ്. എന്തിനേറെ ചൈനയെ വിട്ട് ആപ്പിൾ പോലും iPhone നിർമ്മിക്കുന്നത് ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ വിദേശ വിനിമയത്തിനായി അമേരിക്കൻ ഡോളർ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ പതുക്കെ അതിൽ നിന്ന് മാറുകയാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളും UAE-യും ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താൻ തയ്യാറായി കഴിഞ്ഞു. ഇത് തീർച്ചയായും US ഡോളറിന്റെ മൂല്യം പതുക്കെ താഴുന്നതിന് കാരണമാകും. ഇങ്ങനെ നോക്കിയാൽ ഒട്ടുമിക്ക മേഖലകളിലും ഇന്ത്യയുടെ മേൽക്കോയ്മയാണ് കാണുന്നത്. ഇതുതന്നെയാണ് പാശ്ചാത്യ ലോകത്തിന്റെ ഭയവും. ഇതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായി പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നത്. ഉദാഹരണത്തിന് അമേരിക്കയും ബ്രിട്ടനും കാനഡയും ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും ഉൾപ്പെടെ പാശ്ചാത്യ ലോകം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും വിസ നിയമങ്ങൾ അടിക്കടി മാറ്റങ്ങൾ വരുത്തുന്നു. കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴം അമേരിക്ക നിരസിച്ചത് മറ്റൊരു ഉദാഹരണമാണ്. ഇതിനു പുറമെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിൽ ഒരു പടി കൂടി കടന്ന് പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്.
ഒരു കാലത്ത് കോളനിവൽക്കരണത്തിന്റെ ദുരവസ്ഥ അനുഭവിച്ച ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടത്തിന് ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇതുതന്നെയാണ് പാശ്ചാത്യ ലോകത്തിന് ദഹിക്കാത്തതും ഇന്ത്യയുടെ വളർച്ചയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്നതും. ഇനി ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.